പവിത്ര സീരിയലിന്റെ 29ാമത്തെ എപ്പിസോഡാണ്. തരുൺ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോളെ വിളിക്കുമ്പോൾ മോളും റെഡിയായി. ആ ചെമ്പുകനെ ഒന്ന് വിളിക്കോ? തരുൺ ചോദിക്കും, എന്തിനാ? എന്റെ ബാഗ് എടുക്കാനാ. തരുൺ പറയും, അത് ഞാൻ എടുത്താ പോരെ? വേണ്ട, ചമ്പുകൻ എടുത്താ മതി. തരുൺ ചോദിക്കും, അത് വേണോ? ഗൗരിമോള് പറയും, വേണം. അതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തരുൺ ചോദിക്കും, എന്താന്ന് പറ. അപ്പൊ മോള് പറയും, എനിക്കൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. തരുൺ ചോദിക്കും, ഇന്റർവ്യൂ? അതെന്തിനാ? ആ, എന്റെ ബോഡി ഗാർഡായി വരുന്ന ആളല്ലേ, അപ്പൊ അത് വേണം. അച്ഛൻ ചെന്ന് അയാളോട് വരാൻ പറ. അപ്പോഴേക്ക് ഞാൻ ചോദ്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കട്ടെ. ഓക്കെ എന്ന് പറഞ്ഞ് മോൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തരുൺ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഗൗരി മോളെ അകത്ത് കയറി ഡോറ് അടയ്ക്കൂട്ടോ. ലോക്ക് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്തിട്ട് 2 ബോട്ടിൽ ഗോട്ടി നിറച്ച് വെച്ചൊരു ബോക്സ് ഉണ്ട്. അതിന്ന് ഓരോ ബോക്സും തുറന്ന് ഗോട്ടി മൊത്തം ആ വാതിലിന്റെ കയറി വരുന്ന ഭാഗത്ത് ഇടുക കേട്ടോ. എന്നിട്ട് ഗൗരി മോള് കട്ടിൽ കയറിയിരിക്കേ. കുറച്ച് കഴിഞ്ഞാൽ വിക്രം വരുമ്പോൾ വിക്രം അത് ചവിട്ടിയിട്ട് തല കുത്തനെ വീഴും. ഇത് കണ്ട് ഗൗരിമോൾ പൊട്ടിച്ചിരിക്കും കേട്ടോ. പക്ഷെ ഇതൊരു സ്വപ്നം കേട്ടോ. ഇതുപോലെ സംഭവിക്കാനാണ് ഗൗരിമോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ അവിടെ പുറത്ത് നിൽക്കുകയാണേ. എടാ വിശ്വം. അപ്പൊ വിക്രം അടുത്തേക്ക് ഓടിച്ചെല്ലും. തരുൺ പറയും, താൻ അകത്തേക്ക് ചെല്ലേ, മോൾക്ക് എന്തോ സംസാരിക്കാനുണ്ട്, ഞാൻ ഇറങ്ങണേ. പിന്നെ അവള് ചിലപ്പോ ദേഷ്യം മണക്കൊക്കെ കാണിക്കും, ഉടക്കല്ലേ. ഒരു കുഴപ്പമില്ല, സാറ് ധൈര്യമായിട്ട് പോയിട്ട് വരും. മോളെ നന്നായിട്ട് നോക്കണേ. ഞാൻ നോക്കിക്കോളും സാർ. അങ്ങനെ അവരെ കൈ കൊടുത്തിട്ട് വിക്രം അകത്തേക്കും തരുൺ പുറത്തേക്കും പോവാ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോ റൂം ഏതാന്ന് അറിയില്ല. അപ്പൊ ഷീല വരും. എന്താ? അല്ല, മോള് വിളിച്ചിട്ടാ. മോളുടെ റൂം ഏതാ? ഷീല കാണിച്ചു കൊടുക്കും. ഞാൻ വരണോ? വിക്രം പറയും, വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞ് ഷീല അവിടുന്ന് പോവും. വിക്രം മോളുടെ റൂമിലേക്ക് പോവാ. അങ്ങനെ വിക്രം ഡോറിൽ മുട്ടുമ്പോ മോള് വയ്ക്കും, ആരാ? വിക്രം പറയും, മാലാക. എന്തിനു വന്നു? വിക്രം പറയും, എഴുത്തും കൊണ്ട്. എന്തെഴുത്ത്? വിക്രം പറയും, തലയിലെഴുത്ത്. മോള് വയ്ക്കും, എന്ത് തല? വിക്രം പറയും, മൊട്ടത്തല. എന്ത് മൊട്ട? വിക്രം പറയും, കോഴിമുട്ട. എന്ത് കോഴി? പൂവൻ കോഴി. എന്ത് പൂവൻ? വിക്രം പറയും, കാട്ടുപൂവൻ. ഏത് കാട്? പട്ടിക്കാട്. എന്ത് പട്ടി? പേപ്പട്ടി. മൈ കമീൻ? മോള് കട്ടിലിൽ കയറിയിരിക്കും. യെസ്, ഓപ്പൺ ദി ഡോർ. എന്നിട്ട് പറയും, കം സ്ട്രേറ്റ്. അപ്പൊ തന്നെ വിക്രം താഴെ കിടക്കുന്ന ഗോട്ടി കാണും കേട്ടോ. നേരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് വാ. വിക്രം പേടിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പ് നടക്കും. ശരിക്കും വീഴാൻ പോവും. അയ്യോ, ഇപ്പൊ തന്നെ ഞാൻ വീടനെ എന്ന് പറഞ്ഞ് ചുമരിലെ പിടിച്ചു നിൽക്കുമ്പോ മോള് ചിരിക്കും. നിങ്ങളാണല്ലേ മിസ്റ്റർ ബിജി? വിക്രം ചോദിക്കും, ബിജിയോ? ആ, ബോഡി ഗാർഡ് എന്ന് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്. വിക്രം പറയും, ആര് പറഞ്ഞു? ഒരിക്കലില്ല. മോള് കട്ടിൽ നിന്ന് എണീറ്റിട്ട് വയ്ക്കും, ഈ ഗോട്ടികളൊന്ന് കുപ്പിയിലാക്കി വെക്കാൻ സഹായിക്കുവോ? വിക്രം പറയും, പിന്നെന്താ, കുപ്പിങ് എടുക്ക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അത് ഓരോന്നായി പെറുക്കി 2 ബോട്ടിലും ഇടുക. വിക്രം പറയും, എന്നാലും ആരാണാവോ ഈ ഗോട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത്? മോള് ചിരിക്കും. അപ്പൊ വിക്രം പറയും, കുഴപ്പമില്ല, ആരായാലും കണ്ടുപിടിക്കാം. ചിലപ്പോ സെർവന്റ് ആയിരിക്കോ? മോള് പറയും, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. തൽക്കാലം ആ ഗോട്ടികളൊക്കെ ബോക്സിലാക്കി വെച്ചാ മതി. അങ്ങനെ രണ്ടാളും കൂടെ അത് പെറുക്കിടാ. അപ്പോഴേക്കും സ്കൂൾ ബസ് വരാട്ടോ. സേതുമ്മ വന്നിട്ട് പറയും, മോളെ ബസ് വന്നു സ്കൂളിൽ പോവാൻ. വിക്രം കട്ടിലിന്റെ അടിയിലാ. ദേ വണ്ടി വന്നൂന്ന്. ഞാൻ കേട്ടു, ബാഗ് എടുത്തോളൂ. അതെ, ഞാനേ മുന്നിൽ നടക്കാം, ബോഡി ഗാർഡ് ബാക്കിൽ നടന്നോളൂ. വിക്രം ഞെട്ടു. എന്നാലേ തട്ടിക്കൊണ്ട് പോകുന്നത് അറിയാൻ പറ്റൂ. ആ, ശരിയാണല്ലോ. മിടുക്കിയാണ്, നടന്നോ. അങ്ങനെ ഇവര് പുറത്തിറങ്ങുമ്പോ സേതുമ്മയ്ക്കും, ഇയാളും അകത്തുണ്ടായിരുന്നോ? അച്ഛമ്മ, ഞാൻ പോയിട്ട് വരാട്ടോ. ശരി മോളെ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞേക്കാം. അങ്ങനെ മോള് ബസ്സിൽ കയറുന്ന സമയത്ത് ബാഗൊക്കെ കൊടുത്തതിന് ശേഷം വിക്രം ബുള്ളറ്റില് പിറകെ പോവാട്ടോ. സേതുമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ സ്കൂളിലെത്തിക്കഴിഞ്ഞ് മോള് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിക്രം ഉണ്ടാവും ബുള്ളറ്റിൽ അവിടെ വന്ന് നിൽക്കണേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ വിക്രം അവിടെ മരച്ചോട്ടിൽ പോയി ഇരിക്കട്ടോ. ഹലോ വിശ്വം, സ്കൂളിലെത്തിയോ? വിക്രം പറയും, മോളെ അകത്തേക്ക് പോയി, ഞാൻ ഇവിടെ പുറത്തുണ്ട്. തരുൺ പറയും, ഇന്നു മുതൽ മോളുടെ സുരക്ഷയ്ക്കായിട്ട് ഒരാൾ കാവലിരിക്കുന്നത് ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞിരുന്നു. താൻ കുറച്ച് കഴിഞ്ഞാല് അവരെ പോയെന്ന് കാണണം. എപ്പോഴും അവളുടെ കൺവെട്ടത്ത് തന്നെ വേണം. വിക്രം പറയും, ഓക്കെ സാർ, സാർ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യും. ശേഷം ഗൗരിമോളുടെ ക്ലാസ് ടീച്ചർ റൈംസ് പഠിപ്പിച്ചു കൊടുക്കുകയാണെ. മോൾ അപ്പോഴും ഇങ്ങനെ തിരിഞ്ഞു നോക്കും. വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ടീച്ചർ വയ്ക്കും, എന്താ ഗൗരി? ഒന്നുമില്ല മിസ്. അങ്ങനെ മിസ് ക്ലാസ് എടുത്തോണ്ടിരിക്കും. പെട്ടെന്ന് മോള് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോ വിക്രമിനെ കാണുന്നില്ല. അപ്പൊ വിക്രം എവിടെയെന്നാണ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം വിക്രം ഓഫീസ് റൂമിലേക്ക് പ്രിൻസിപ്പളിനെ കാണാൻ പോയിരിക്കുക. ടീച്ചർക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. തരുൺ സാറെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ സമ്മതിച്ചത്. ഇവിടെ പഠിക്കുമ്പോൾ ഇവിടെ സുരക്ഷയില്ല എന്നുള്ളൊരു ധ്വനി കൂടി ഇങ്ങനെ ഒരാൾ ഇവിടെ കാവല് നിൽക്കുന്നത് കൊണ്ടുണ്ട്. പിന്നെ അവർക്ക് നേരെ നടന്ന അറ്റാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അത് ഇവിടെയും പ്രതീക്ഷിക്കാം. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ഫിസിക്കൽ അറ്റാക്കിനൊന്നും നിൽക്കരുത്. അപ്പോൾ വിക്രം പറയും, ഇല്ല, ഇതിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് സാറിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വരുന്ന വഴിയോ വീട്ടിലേക്ക് പോകുന്ന വഴിയോ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു DYSP സാറിൻ്റെ മകളല്ലേ, അത് തന്നെ കാരണം.
പിന്നെ എത്ര വലിയ പൊസിഷനിലാണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തില് ആരായാലും ഒന്ന് ആഞ്ഞു പോവില്ലേ, അതാണ്. പ്രിൻസിപ്പൾ പറയും എനിവേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ശേഷം ഗൗരിയുടെ ക്ലാസ് ടീച്ചറെയും അങ്ങോട്ട് വിളിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണേ. എന്നാ ശരി, വിഷം പൊക്കോ. അങ്ങനെ വിക്രം അവിടുന്ന് പോവും. പോയി കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും കൂടെ സംസാരിക്കാട്ടോ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിർത്തുവോ? അപ്പൊ ടീച്ചർ പറയും ഇതിപ്പോ പോലീസുകാരന് തന്നെ ആയിക്കൂടായില്ല, വേറെ എന്തെങ്കിലും കേസിന്റെ അന്വേഷണമായിരിക്കാം ബോഡി ഗാർഡ് എന്ന നിലയിൽ ഇയാൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കൂളിനെ ചുറ്റിപ്പറ്റി എന്തന്വേഷിക്കാൻ? പ്രിൻസിപ്പൾ പറയും ആവോ അറിയില്ല, എന്തായാലും ടീച്ചർ അയാളെ ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്തിനു ശ്രദ്ധിക്കണം? പ്രിൻസിപ്പൾ പറയും അയാളുടെ നീക്കം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഗൗരിയുടെ ബോഡി ഗാർഡ് ആയതുകൊണ്ട് ടീച്ചറുടെ സർവേ ലൈനിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ടീച്ചർ പോരുമ്പോ വിക്രമിനെ ഇങ്ങനെ നോക്കും, എന്തൊരു സംശയത്തിന്റെ രീതിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടാ പോകുന്നത് കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ തരുണിനെ വിളിക്കാട്ടോ. തരുൺ ചോദിക്കും ഓഫീസിലെത്തിയോ? ഓ എത്തി. അയാള് വന്നോ? എന്താ അയാളുടെ പേര്? തരുൺ പറയും വിഷം. കണ്ടിട്ടൊരു പാവാണേ, വന്ന ഉടനെ അയാളുടെ പേര് മാറ്റി. അത് കേൾക്കുമ്പോ വേദ വയ്ക്കും പേര് മാറ്റിയേ എന്തിനെ? ആ മോള് കാണുന്ന കാർട്ടൂണിലെ ദുഷ്ടനായ കഥാപാത്രം ചമ്പുകൻ. വേദ പറയും എനിക്ക് തോന്നുന്നില്ല അവര് ചേരുന്നേ, മോളെ ഇവിടെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. തരുൺ പറയും താൻ പേടിക്കണ്ട, അവൾ ഓക്കെ ആയിക്കോളും, പിന്നെ അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് മാറുമല്ലോ, അതുവരെയുള്ള താൽക്കാലിക ഏർപ്പാടല്ലേ, സാരമില്ല. വേദ പറയും ശരി, ഞാൻ ഇടയ്ക്ക് അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ ഓഫീസിലേക്ക് കയറും. ആ കോള് കട്ട് ചെയ്യും. അങ്ങനെ വേദ അവിടെ ഇരിക്കുമ്പോ സ്റ്റാഫ് വന്നിട്ട് പറയും ഒരു വിസിറ്റർ ഉണ്ടെന്ന്. വേദയ്ക്കും അപ്പോയിന്റ്മെന്റ് എടുത്തതാണോ? എല്ലാ മാഡത്തിനെ വിളിച്ചിരുന്നു എന്നാ പറഞ്ഞത്, മുൻ MLA അവങ്കളാ വരസല്ലേ. അങ്ങനെ അങ്ങോട്ട് വരിക കേട്ടോ. ഒരു പുതിയ കഥാപാത്രം ചൊക്കലയാ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയണത്. മുൻ MLA എന്ന് പറഞ്ഞിരുന്ന് സംസാരിക്കുകയാണ് വേദയുമായിട്ട്. വേദയ്ക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ വേദയ്ക്കും ചൊക്കലിംഗം എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നതാണോ? സ്ട്രെയിറ്റ് ആയ വിഷയത്തിലേക്ക് വരുമോ? എന്തിനാ എന്റെ സമയം പാഴാക്കുന്നത്? മാഡം ഈ കലസൻ ദേവരാജനുടെ സ്വന്തം ആള്. ദേവരാജൻ ഇവിടെ ബിസിനസ് ആരംഭിച്ചിട്ട് ரொம்ப നാളായിച്ച്. ഇപ്പൊ മാഡം വന്ന് കുറുക്ക നിക്കത്. മുമ്പ് പലരും വന്ന് ഇടഞ്ഞു നിന്നാലും വിഷാറിഞ്ഞതും അവർ കോംപ്രമൈസ് ആയിടും. മാഡം ചുമ്മാ കണ്ണു മൂടുങ്കോ ഒന്നും വെറുതെ വേണ്ട, നമുക്ക് ശരിക്കൊന്ന് കാണാം. ഇത് കേൾക്കുമ്പോ വേദം എണീക്കടോ എണീക്കടോ. ഇത് കേൾക്കുമ്പോ അവര് ചാടി എണീക്കും. വേദം വിരൽ ചൂണ്ടിയിട്ട് പറയും ഇനി ഈ വിഷയം പറഞ്ഞ് ഇതിനകത്ത് വന്നാ താൻ പിന്നെ അകത്ത് കിടക്കും അറിയോ. സിറ്റിംഗ് MLA പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല, പിന്നെ ആ പഴയ MLA പോടോ ഇറങ്ങി പോടോ. അങ്ങനെ വേദ അവരെ ഇറക്കി വിടാട്ടോ. അങ്ങനെ അവരിങ്ങനെ പേടിച്ചു പോകുന്നതും വേദ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്